الحمد لله رب العالمين نحمده ونستعين به ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والفجر وليال عشر ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അല്ലാഹുവിനെ സൂക്ഷിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ പോകാൻ തയ്യാറെടുത്തപ്പോൾ അല്ലാഹു തആല 30 ദിവസം നോമ്പ് നോൽക്കാൻ ആവശ്യപ്പെടുകയാണ്. 30 ദിവസത്തെ നോമ്പ് കഴിഞ്ഞ് തന്റെ വായ വൃത്തിയാക്കി അവിടുത്തെ ചില ചെടികൾ ഉപയോഗിച്ചു. നോമ്പ് കാരണം വായക്ക് രുചിവ്യത്യാസമുണ്ടാകുമെന്ന് അദ്ദേഹം ഭയന്നു. അപ്പോഴാണ് നോമ്പുകാരന്റെ വായിനാറ്റം അത് പുണ്യമുള്ളതാണ്. വായ്നാറ്റമല്ല ഉദ്ദേശിക്കുന്നത്, എത്ര നോമ്പ് നോറ്റാലും വായ വൃത്തിയാക്കിയാലും ഭക്ഷണം കഴിക്കാത്ത വയറിൽ നിന്ന് പുറത്തുവരുന്ന ആ ദുർഗന്ധമാണ് ഉദ്ദേശിക്കുന്നത്. ഖലൂഫ് എന്ന് പറയും. ആ ആശയം അല്ലാഹു തആല മൂസാ നബിക്ക് ഇട്ടുകൊടുത്തു. അപ്പൊ മൂസാ നബിയോട് 10 ദിവസം കൂടി നോമ്പ് നോൽക്കാൻ ആവശ്യപ്പെട്ടു. ഖുർആൻ പറയുന്നത് വവാഅദനാ മൂസ 30 യൗമ വഅത്മംനാഹാ ബിഅശ്രി. മൂസാ നബി അലൈഹിസ്സലാമിനോട് 30 ദിവസം നോമ്പ് നോൽക്കാൻ ആവശ്യപ്പെട്ടു. വഅത്മംനാഹാ ബിഅശ്രി, ഒരു 10 ദിവസം കൂടി അതിനോടനുബന്ധിച്ച് നോമ്പ് നോൽക്കാൻ ആവശ്യപ്പെട്ടു. ഫതമ്മ മീഖാതു റബ്ബിഹി 40 യൗമ. അങ്ങനെ അല്ലാഹു നിശ്ചയിച്ച 40 ദിവസം തൗറാത്ത് വാങ്ങാൻ പോകുന്നതിന്റെ മുമ്പ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നോമ്പ് നോറ്റു എന്നാണ് മഹാന്മാർ പറയുന്നത്. ഈ 30 ദിവസത്തെ നോമ്പ് ദുൽഖഅദ മാസത്തിലായിരുന്നു എന്നും സ്പെഷ്യലായിട്ട് ഒരു 10 ദിവസം പറഞ്ഞത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളായിരുന്നു എന്നുമാണ്. അതാണ് ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസം. അത് വലിയ പുണ്യമുള്ള ദിവസങ്ങളായിരുന്നു നമുക്ക് മുമ്പുള്ള ശരീഅത്തിൽ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഈ ദിവസങ്ങൾ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പ്രഭാതം കൊണ്ട് തന്നെ ആണ് സത്യം. വലയാലിൻ അശ്ർ, 10 ദിവസങ്ങൾ കൊണ്ടും. ഈ 10 ദിവസങ്ങളെ മുഫസ്സിറുകൾ വിവരിച്ചത് ഒന്നുകിൽ അത് റമളാനിലെ ആദ്യത്തെ 10 ദിവസം, അല്ലെങ്കിൽ റമളാനിലെ അവസാനത്തെ 10 ദിവസം, അല്ലെങ്കിൽ മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിവസം എന്നൊക്കെ ഇതിന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രബലമായ അഭിപ്രായം, പണ്ഡിതന്മാർ ഇത്തിഫാഖായി വന്ന ഒരു കാര്യം, അത് ദുൽഹിജ്ജ മാസത്തിലെ നാളെ മുതൽ തുടങ്ങുന്ന
ആ ഒരു 10 ദിവസങ്ങളാണ്. ലയാലിൻ അശ്ർ. അല്ലാഹു തആല ഒരു കാര്യം കൊണ്ട് സത്യം ചെയ്താൽ അതിന്റെ മഹത്വമുണ്ടാവും. അപ്പൊ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. റമളാനിന്റെ അവസാനത്തെ 10 ദിവസമാണോ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസമാണോ കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് എന്ന്. അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചത്, രാത്രികളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് റമളാനിന്റെ അവസാനത്തെ 10 രാത്രികളും പകലിൽ ഏറ്റവും പ്രധാനമുള്ളത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 പകലുകളുമാണ് എന്നാണ്. എന്തായാലും നമ്മുടെ മുന്നിലുള്ളത് ദുൽഹിജ്ജ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 ദിവസങ്ങൾ. നമുക്കറിയാം, ഞാനിവിടെ സൂചിപ്പിച്ചു എന്നാണ് എന്റെ ഓർമ്മ, പുരാതന കാലത്തെ ആളുകളുടെയൊക്കെ ആയുസ്സും ആരോഗ്യവും ആയുർദൈർഘ്യവും ഒക്കെ ഒരുപാട് കൂടുതലുണ്ടായിരുന്നു. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി 1000 വർഷം ജീവിച്ചു എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. ആ കാലത്തുള്ള ആളുകൾക്ക് ആയുസ്സുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ70. എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60 മുതൽ 70 വരെയാണ്. അത് അധികം കടന്നവര് വളരെ കുറവാണ്. 63 വയസ്സിലാണ് നബിയും പല ഖലീഫമാരുമൊക്കെ മരണപ്പെട്ടു. ഒരു ആവറേജ് ഏജാണ് 63. അതുകൊണ്ട് അല്ലാഹു തആല ഈ ഉമ്മത്തിന് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് ചില സീസണുകൾ, ചില ഓഫറുകൾ സീസണുകൾക്ക് കൊടുക്കുന്നുണ്ട്. ലൈലത്തുൽ ഖദ്ർ എന്നെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത്, ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ. അത് കഴിഞ്ഞ് ശവ്വാലിലെ 6 ദിവസം പുണ്യമുള്ളതായി. ഇനി ഒരു വർഷത്തിലെ ഏറ്റവും അവസാനത്തെ ഓഫറാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം. വലിയ ഓഫറാണ്. എന്തിനു നൽകി എന്ന് ചോദിച്ചാൽ, നമുക്ക് 1000 വർഷമോ അല്ലെങ്കിൽ 500 വർഷമോ ഒന്നും ജീവിക്കാൻ കഴിയില്ല. പക്ഷെ അത്രയും അമലുകളുടെ പ്രാധാന്യം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഇത്തരം ചില ശ്രേഷ്ഠതകൾ നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസം മാത്രമല്ല, ദുൽഹിജ്ജയിലെ ഓരോ ദിവസങ്ങൾക്കും പുണ്യങ്ങൾ എണ്ണിയിട്ടുണ്ട്. ആ ദുൽഹിജ്ജയിലെ 8 മുതൽ ചില സാങ്കേതിക പദങ്ങളിൽ അറിയപ്പെടുന്ന വാക്കുകളാണ്, അല്ലെങ്കിൽ ദിനങ്ങളാണ്. യൗമു തർവിയ, ദുൽഹജ്ജ് 8ന്റെ മറ്റൊരു പേരാണ്. ദുൽഹജ്ജ് 8-ന് യൗമു തർവിയ എന്നതാണ്. അതിന്റെ അർത്ഥം വെള്ളം ശേഖരിക്കുക എന്നതാണ്. ഹജ്ജിന് ഒരുങ്ങുമ്പോ അവിടുന്നാണല്ലോ ഹജ്ജ് തുടങ്ങുന്നത്, ദുൽഹജ്ജ് 8-ന്. പണ്ട് കാലത്ത് മിനായില് കുടത്തിലും പാത്രത്തിലുമായിട്ട് തോൽപാത്രങ്ങളൊക്കെ ആയിട്ട് ആളുകൾ പണ്ട് കാലം മുതൽക്ക്, ജാഹിലിയ കാലം മുതൽക്ക് തന്നെ ഉണ്ട്, വെള്ളം ശേഖരിച്ചു. അതുകൊണ്ടാണ് ആ ദിവസത്തിന് യൗമു തർവിയ, വെള്ളം ശേഖരിക്കുന്ന ദിവസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മറ്റൊന്ന് ദുൽഹിജ്ജ 9. ദുൽഹിജ്ജ 9ന്റെ ഒരു പേരാണ് യൗമു അറഫ. അന്നാണ് ആളുകളൊക്കെ അറഫാത്തിൽ ഒരുമിച്ചുകൂടി നിൽക്കുന്നത്. അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വശാഹിദിൻ വമശ്ഹൂദ് വസ്സമാഇ ദാത്തിൽ ബുറൂജ്. അല്ലാഹു സത്യം ചെയ്തൊരു ദിവസം, വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ്. ഷാഹിദ് എന്ന് പറഞ്ഞാൽ യൗമു അറഫ, അറഫ ദിനം. മശ്ഹൂദ് എന്ന് പറഞ്ഞാൽ ജുമുഅ ദിനം. രണ്ടും വലിയ പ്രത്യേകതയുള്ള ദിനങ്ങളാണ്. അന്നാണ് ഇസ്ലാമിന്റെ വിധികളൊക്കെ പൂർത്തിയാക്കിയിട്ടുള്ള ആയത്തിറങ്ങുന്നത്. കേട്ടിട്ടുണ്ടാവും, അല്യവും അക്മൽതു ലക്കും ദീനക്കും എന്നുള്ള ആയത്ത്. വഅത്മംതു ലക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന. ഈ ആയത്തിറങ്ങിയിട്ട് വെറും 81 ദിവസമാണ് നബി തങ്ങൾ ജീവിച്ചിട്ടുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട ഹുക്കുമുകളൊന്നും, ശരീഅത്ത് നിയമങ്ങളൊന്നും പിന്നീട് അവതരിപ്പിച്ചിട്ടില്ല. അപ്പോഴാണ് ഒരു ജൂതൻ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, ഉമറേ, നിന്റെ ഖുർആനിൽ ഒരായത്തുണ്ട്,
ആ ആയത്ത് ഞങ്ങൾക്കാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ ലത്തഖദ്നാഹു ഈദാ, അന്ന് ഞങ്ങളൊരു വലിയ ആഘോഷ ദിനങ്ങളായി മാറ്റുമായിരുന്നു. അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ആയത്ത് എവിടെ ഇറങ്ങി, എപ്പോ ഇറങ്ങി, എന്നിറങ്ങി എന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് നിന്റെ ഒരു ഒത്താശയൊന്നും വേണ്ടതില്ല. അത് ഞങ്ങളുടെ ഈദ് തന്നെയാണ്, ഞങ്ങളുടെ ആഘോഷം തന്നെയാണ്. അത് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു, ഉച്ചയ്ക്ക് ശേഷമായിരുന്നു, അന്ന് അറഫാ ദിനമായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അത് അറഫാ ദിനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നബി തങ്ങൾ ചോദിച്ചു, ഏത് ദിവസമാണ് ഇന്ന്? അവർ പറഞ്ഞു, ഇന്ന് അറഫാ ദിനമാണ്. ഇന്നത്തെ മാസം ഏതാണ്? ദുൽഹിജ്ജ മാസമാണ്. നിങ്ങൾ എവിടെയാണ് ഇപ്പോഴുള്ളത്? ഞങ്ങൾ മക്കയിലാണ്. അന്ന് റസൂലുള്ള പ്രഖ്യാപിച്ച ഒരു മാനുഷിക വിപ്ലവത്തിന്റെ പ്രഖ്യാപനമുണ്ട്. ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാലക്കും ഹറാമുൻ അലൈക്കും. ഇന്ന് നിങ്ങളുടെ രക്തം പവിത്രമാണ്, നിങ്ങളുടെ സമ്പത്ത് പവിത്രമാണ്, നിങ്ങളുടെ അഭിമാനം പവിത്രമാണ്. കഹുർമത്തി യൗമിക്കും ഹാദാ, ഈ ദിവസത്തിന്റെ പവിത്രത പോലെ അറഫാ ദിനമാണ്. വശഹരിക്കും ഹാദാ, ഈ മാസത്തിന്റെ പവിത്രത പോലെ ദുൽഹിജ്ജ മാസമാണ്. വബലദിക്കും ഹാദാ, ഈ നാടിന്റെ പവിത്രത പോലെ. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വവിഖ്യാതമായിട്ടുള്ള പ്രഖ്യാപനം നടത്തുക. അതൊക്കെ യൗമു അറഫയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് യൗമുൻ നഹ്റാൻ, അൽ ഹജ്ജുൽ അക്ബർ എന്നാൽ പരിശുദ്ധ ഖുർആൻ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. ചില ആളുകൾ ഹജ്ജുൽ അക്ബറിനെ യൗമു അറഫ എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ ധാരണ ഹജ്ജുൽ അക്ബർ എന്ന് പറഞ്ഞ വെള്ളിയാഴ്ചയും അറഫാ ദിനം കൂടി വരുന്നെന്നാണ് ഹജ്ജുൽ അക്ബർ എന്നൊക്കെയാണ് വെറുതെ പ്രചരിപ്പിക്കുക. പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വഅദാനും മിനല്ലാഹി വറസൂലിഹി ഇലന്നാസി യൗമൽ ഹജ്ജിൽ അക്ബർ. ഹജ്ജുൽ അക്ബറിന്റെ ദിനം അള്ളാഹു നൽകുന്ന ഒരു പ്രഖ്യാപന, ജനങ്ങൾക്ക് നൽകുന്ന പ്രഖ്യാപന. ഹജ്ജുൽ അക്ബർ എന്ന് പറഞ്ഞ യൗമുൻ നഹ്ർ. അന്ന് ഹാജിമാരുടെ കർമ്മങ്ങളിൽ ഭൂരിഭാഗവും നിർവഹിക്കുന്ന ദിവസമാണ്. നമ്മുടെ ഹജ്ജാജിമാർക്ക് അവർ തഹല്ലുലാകാൻ വേണ്ടി പലതും ചെയ്യുന്ന കാര്യങ്ങൾ. അവര് അറവ് നടത്തും, മിനായിൽ പോയി ജംറത്തുൽ അഖബയെ എറിയും, മുടി കളയും. അതുകൊണ്ടാണ് യൗമുൽ ഹജ്ജുൽ അക്ബർ. അൽ ഹജ്ജുൽ അക്ബർ എന്നൊരു പേരും പെരുന്നാൾ ദിവസത്തിലുണ്ട്. അതും വരുന്നത് ഈ ദുൽഹജ്ജ 10-നുള്ളിലാണ്. അതിന്റെ ശേഷവും പേരുകളുണ്ട്. യൗമുൽ ഖർ എന്നാണ് അയ്യാമുൽ തശ്രീഖിന്റെ ദുൽഹജ്ജ് 11ന്റെ പേര്. യൗമുൽ ഖർ, അഫ്ളലു അയ്യാം, ഏറ്റവും പുണ്യമുള്ള ദിവസം യൗമുൻ നഹർ. അത് നെഹറിന്റെ ദിവസമാണ്, പെരുന്നാൾ ദിവസമാണ്. ഫസല്ലി റബ്ബിക വൻഹർ, അന്ന് നിസ്കരിക്കണം. നിസ്കാരം കഴിഞ്ഞിട്ട് ബലി അറുക്കണം, ഉളുഹിയ്യത്ത് അറുക്കണം. വൻഹർ, യൗമുൻ നഹർ, അതാണ് അറവിന്റെ ദിവസം. അത് കഴിഞ്ഞാൽ സുമ്മ യൗമുൽ ഖർ, പിന്നീട് ദുൽഹിജ്ജ 11. അതിന് പറയുന്ന പേരാണ് യൗമുൽ ഖർ. അയ്യാമുൽ തശ്രീഖിന്റെ ദിനങ്ങൾ എന്ന് പറയാം. തശ്രീഖ് നമുക്കറിയാം, തശ്രീഖ് എന്ന് പറഞ്ഞാൽ ഉണക്കുക എന്നാണ് അർത്ഥം, വെയിൽ കൊള്ളിക്കുക എന്നാണ് അർത്ഥം. പഴയകാലത്ത് ഫ്രിഡ്ജൊന്നും കണ്ടുപിടിക്കാത്ത കാലഘട്ടത്തിൽ ഹാജിമാര്, ഇപ്പൊ നമുക്കറിയാം മക്കത്തൊക്കെ ഇപ്പൊ 55 ഡിഗ്രിയാണ് ഇന്നലെയൊക്കെ ചൂട്. 55 ഡിഗ്രി ചൂടാണ്, നല്ല ചൂടാണ്. പക്ഷെ ഹ്യൂമിഡിറ്റി നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് കുറയും. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഹാജിമാർക്ക് ഉണ്ടാവില്ല. പിന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സഹിച്ചേ പറ്റൂ, അതന്നെയല്ലേ ഹജ്ജ്. അപ്പൊ എന്തായിരുന്നാലും ശരി, ഈ വെയിലത്ത് ഉണക്കിയെടുക്കും. ഉണക്കിയിട്ട് അവര് സൂക്ഷിക്കും, ബലിമൃഗത്തിന്റെ മാംസം സൂക്ഷിക്കും. ഇപ്പോഴൊക്കെ പലയിടത്തും കയറ്റി അയക്കലാണ്. ആ സൂക്ഷിക്കുന്ന ദിവസങ്ങൾ അയ്യാമുത്ത ശരീഖ് എന്ന് പറയും. ആ സമയത്ത് മിനായിലുണ്ട്. അതിനെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞത് അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിനങ്ങൾ. അത് അയ്യാമുത്ത ശരീഖിന്റെ ദിനങ്ങളാണ്. ദുൽഹിജ്ജ 11, 12, 13. മറ്റു ദിനങ്ങള് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങള് പുണ്യമുള്ള ദിവസമാണ്. അതിനെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞത് അയ്യാമൻ മഅലൂമാത്ത് എന്നാണ്. ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അനിയാം. ലിയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അല്ലാഹു തആല അവർക്ക് മൃഗങ്ങളെ കൊടുത്തു എന്നതിന്റെ പേരിൽ അല്ലാഹുവിനെ ഓർക്കാനുള്ള അറിയപ്പെട്ട ദിവസങ്ങൾ എന്നാണ് ഈ ദുൽഹിജ്ജ 10-നെ സംബന്ധിച്ച് അല്ലാഹു തആല പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഏറ്റവും പുണ്യമായ ദിവസങ്ങളാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെ.
അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹിഹ ഹദീസ്, ഇമാം മുസ്ലിം മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, മാ മിൻ അമലിൻ അഹബ്ബു ഇലല്ലാഹി, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു അമലുമില്ല എന്നതാണ്. ഏത്? മിൻ അശ്രി ദിൽഹിജ്ജ, അഅമാലു അശ്രി ദിൽഹിജ്ജ, ദിൽഹിജ്ജ 10 ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പുണ്യമായ അമലുകൾ, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള, വേറെ എവിടെ ചെയ്താലും ഇമ്മാ സിവാഹ, വേറെ ഏത് ദിവസങ്ങളിൽ ചെയ്താലും അതിനേക്കാളൊക്കെ അള്ളാഹുവിന് ഇഷ്ടമുള്ള അമലുകളാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ചെയ്യുന്ന അമലുകൾ. സഹാബികൾ ചോദിച്ചു, വലാ അൽ ജിഹാദു ഫീ സബീലില്ലാഹ് യാ റസൂലല്ലാഹ്. കാരണം അവർക്ക് ജിഹാദിനെ പറ്റി അറിയാം, വലിയ പുണ്യമുള്ള കാര്യമാണ് ജിഹാദ്, അവർക്കറിയാം. അപ്പൊ ഏറ്റവും വലിയ പുണ്യം ജിഹാദാണെന്ന് കണക്ക് കൂട്ടിവെച്ച് അവർ ചോദിച്ചു, അല്ല ജിഹാദും പുണ്യമല്ലേ? വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹു റസൂൽ പറയാം, ജിഹാദും വലിയ ജിഹാദിനേക്കാളും പുണ്യമാണെന്ന് അർത്ഥം. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, ഇല്ലാ റജുലുൻ ഖറജ ബിമാലിഹി വനഫ്സിഹി വലം യർജിഅ ബിശൈഇൻ മിൻഹാ. പക്ഷെ ഒരാള് തന്റെ മുഴുവൻ സമ്പത്തും അള്ളാന്റെ പേരിൽ ചെലവഴിച്ചു, തന്റെ ശരീരവും അതുമായി അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് നടത്താൻ പോയിട്ട് ഒന്നും തിരിച്ചു കൊണ്ടുവന്നില്ല. സ്വന്തം സമ്പത്ത് മുഴുവൻ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും സ്വന്തം ശരീരം അള്ളാന്റെ മാർഗത്തിൽ സമർപ്പിക്കുകയും ചെയ്തൊരു മനുഷ്യനൊഴികെ അവന് പുണ്യമുണ്ട്. അതല്ലാതെ എത്ര ജിഹാദ് നടത്തിയാലും തിരിച്ചു വന്ന ആ ഒരു പുണ്യമല്ല. ജിഹാദിലൂടെ കൂടെ അവനാണ് മരണപ്പെട്ടു പോയാൽ, അവന്റെ സമ്പത്തും അതിനുവേണ്ടി ചെലവഴിച്ചാൽ അതിന് പുണ്യമുണ്ട്, അല്ലാത്ത പുണ്യമില്ല. അപ്പൊ എത്ര വലിയ പുണ്യമാണ്! പുണ്യം ചെയ്താൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നതാണ്. എന്തൊക്കെ പുണ്യം ചെയ്യാം? പല പുണ്യങ്ങളുണ്ട്. റസൂലുള്ളാഹിന്റെ ഒരു കൽപ്പന, ഏത് പുണ്യമാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ചെയ്യേണ്ട പുണ്യങ്ങൾ? റസൂലുള്ളാഹി നേരിട്ടുള്ള കൽപ്പന, ഫഅക്സിറൂ ഫീഹിന്ന മിനത് തഹ്മീദി വത്തസ്ബീഹി വത്തഹ്ലീൽ എന്നാണ്. ചെറിയ പോട്ടിലെ തക്ബീർ എന്ന് കാണുന്ന സാധനം, അത് പുണ്യം. മൊത്തത്തിൽ പുണ്യം എന്ന് പറഞ്ഞാൽ ദിക്റുള്ളയാണ് അവിടെ ഏറ്റവും വലിയ പുണ്യം. ഫർളിന് പുണ്യമുണ്ട് എന്നുള്ള കാര്യം പറയേണ്ടതില്ലല്ലോ. ഫർള് നിസ്കരിക്കണം, ഫർള് എവിടെയാണെങ്കിലും ഒഴിവില്ല. നമ്മളെപ്പോഴും പുണ്യങ്ങൾ അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിൽ പുണ്യം അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഫർള് അധികരിപ്പിക്കുക എന്നുള്ളതല്ല. അങ്ങനെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു. റമദാനിൽ മാത്രം ഒരു പ്രത്യേക തൊപ്പിയും കുപ്പിയൊക്കെ വെച്ച് നടക്കുന്ന ആളുകളുണ്ട്. റമദാനിൽ മാത്രം ഒരു പ്രത്യേക ഒരു ഇബാദത്ത്, ഫർളിനൊക്കെ ഒരു പ്രത്യേകം, ജമാഅത്തിന് പ്രത്യേകം, അതൊക്കെ എന്നും വേണ്ടതാണ്. അള്ളാഹുവിലേക്ക് അമലുകൾ അധികരിപ്പിക്കുക എന്നൊരു മുസ്ലിമിനോട് പറയുന്നത്, ഓഫർ തരുന്നത് എന്താണ്? സുന്നത്തുകളാണ്. അത് കൃത്യമായ ഹദീസിൽ വന്ന മാസാല അബ്ദി ബിൻ നവാഫിലി യതഖറബു ഇലല്ലാഹി ബിൻ നവാഫിലി, സുന്നത്തുകൾ ധാരാളമായി അധികരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. അത് ഹദീസിൽ വന്നിട്ടുണ്ട്. അത് അള്ളാന്റെ വലിയായി മാറാനുള്ള ഒരു മാർഗമാണ്. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത പ്രകടിപ്പിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുമെന്ന്. ആരാണ് വലിയ? അള്ളാഹുവിലേക്ക് സുന്നത്തുകൊണ്ട് യതഖറബു ഇലയ്യ ബിൻ നവാഫിലി. നാഫിലത്ത് എന്ന് പറഞ്ഞാല് അധികം ചെയ്യുന്നത്, സുന്നത്ത് എന്നൊക്കെയാണ്. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക്. ഖുർആൻ പറയുന്നു രാത്രി നിസ്കാരം അതൊരു നാഫിലത്താണ്, നിനക്ക് അധികമായി തരുന്നതാണ്. അതുപോലെ നാഫിലത്ത്, നവാഫിൽ സുന്നത്തുകൾ, ആ നാഫിലത്തായിട്ടുള്ള സുന്നത്തുകള് അല്ലാഹു തആല പുണ്യമാക്കി വെച്ച, റസൂലുള്ള പുണ്യമാക്കി വെച്ച നിർബന്ധമല്ലാത്ത കടമകൾ ഏറ്റവും കൂടുതൽ ചെയ്യുക എന്നതാണ്. അത് റമളാനിലാണെങ്കിലും ദുൽഹജ്ജിലാണെങ്കിലും, റമളാന്റെ അവസാനത്തെ 10 ആണെങ്കിലും, അതുപോലെ തന്നെ ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ആണെങ്കിലും, മുഹറത്തിലാണെങ്കിലും ഒക്കെ ചെയ്യേണ്ടത് ഫർള് കൂടുതൽ ചെയ്യാന്നുള്ളതല്ല, സുന്നത്തുകൾ അധികരിപ്പിക്കുക. അങ്ങനെ അധികരിപ്പിച്ചാൽ അല്ലാഹു തആല ഖുദ്സിയ ഹദീസിൽ പറയാം, ഞാൻ അവന്റെ കൈയാകും. ഓൻ ഔലിയൊന്നുമല്ല, ഞാൻ അവന്റെ കയ്യാകും. ആ കയ്യുകൊണ്ട് പിന്നെ അല്ലാഹു തആല ഓനെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കൂല. ഞാൻ അവന്റെ കാലാകും. ആ കാലുകൊണ്ട് തിന്മയിലേക്കോ നടന്നു പോകൂല. ഞാൻ അവന്റെ കണ്ണാകും. ആ കണ്ണുകൊണ്ട് തിന്മയൊന്നും പിന്നെ കാണൂല. മാത്രല്ല വലൈൻ സഅലനീ ലഉഅതിയന്നഹു,
എന്നോട് അവൻ എന്തു ചോദിച്ചാലും ഞാൻ അവന് കൊടുക്കും. വലൈൻ ഇസ്തആദനി ഉഈദന്നഹു, എന്നോട് അഭയം ചോദിച്ചാൽ ഞാൻ അവൻ അഭയം നൽകും എന്നതാണ്. അപ്പൊ എപ്പോഴും അധികരിപ്പിക്കേണ്ടത് സുന്നത്തുകളാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാ, നിങ്ങൾ തക്ബീർ അധികരിപ്പിക്കുക. തക്ബീർ രണ്ട് രൂപത്തിൽ തക്ബീർ ഉണ്ട്. ഒന്ന് തക്ബീർ മുത്ലഖ് എന്ന് പറയും, നിരുപാധികം തക്ബീർ ചൊല്ലുക. അത് ദുൽഹിജ്ജ 1 മുതൽ ഇനി നമുക്ക് തക്ബീർ ചൊല്ലാം. എപ്പോഴൊക്കെ? വെറുതെ ഇരിക്കുമ്പോ ചൊല്ല, അങ്ങാടിയിൽ ചൊല്ല, വാഹനത്തിൽ പോകുമ്പോ ചൊല്ല, ബലിമൃഗങ്ങൾ കാണുമ്പോ തക്ബീർ ചൊല്ല. പ്രത്യേക സുന്നത്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അക്ബർ മുഴുവൻ തക്ബീർ ചൊല്ലേണ്ടതില്ല. അല്ലാഹു അക്ബർ എന്ന് ചൊല്ലാം ബലിമൃഗങ്ങളെ കാണുമ്പോൾ. ആട്, മാട്, ഒട്ടകം ഇവളെ കാണുമ്പോൾ പ്രത്യേക സന്ദർഭമൊന്നുമില്ലാതെ നമുക്ക് ചൊല്ലാം, മുത്തലത്തായിട്ട്. പക്ഷേ ദുൽഹിജ്ജ 9 അന്ന് രാവിലെ സുബ്ഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയ്യാമുത്ത് തശ്രീഖിന്റെ അസർ ദിവസം വരെ, ദുൽഹിജ്ജ 13 അസർ വരെ നിസ്കാരത്തിന്റെ ശേഷം തക്ബീർ ചൊല്ലാം. അവിടെ പൊതുവായിട്ട് തക്ബീർ ചൊല്ലേണ്ടതില്ല. ഇത് കൃത്യമായ മസ്അലകളാണ്. ദുൽഹിജ്ജ 1 മുതൽ 10 വരെ തക്ബീർ ചൊല്ലാം. എപ്പോഴും നമുക്ക് തക്ബീർ ചൊല്ലാം. ബലിമൃഗങ്ങളെ കാണുമ്പോൾ പ്രത്യേകിച്ച് തക്ബീർ ചൊല്ലാം. യാത്രയിലും കയറ്റത്തിലും ഇറക്കത്തിലൊക്കെ നമുക്ക് തക്ബീർ ചൊല്ലാം. അങ്ങാടിയിലും പള്ളിയിലും വീട്ടിലും കുടുംബത്തിലും ഒക്കെ നമുക്ക് തക്ബീർ ചൊല്ലാം. എന്നാൽ ദുൽഹിജ്ജ 9 സുബ്ഹി നിസ്കരിച്ചതിന്റെ ശേഷം പിന്നീട് നിസ്കാരത്തിന്റെ ശേഷമാണ് തക്ബീർ ചൊല്ലേണ്ടത് എന്നാണ്. ഒറ്റയ്ക്ക് ചൊല്ലാം, കൂട്ടമായി വേണമെങ്കിൽ ചൊല്ലാം, വിരോധമല്ല. ഒരാൾ ചൊല്ലിക്കൊടുത്ത് ചെല്ലല് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ അത് ഇസ്ലാമികമല്ല. അപ്പോ തക്ബീർ നിസ്കാരത്തിന്റെ ശേഷം വേണ്ടത് ഓരോരുത്തരും സ്വന്തമായിട്ട് ചെല്ലലാണ്. തക്ബീർ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്, റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതിന്റെ രൂപമാണ്. മറ്റൊന്ന് 4 പ്രാവശ്യം പറയും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി കുറച്ചുകൂടി അധികം ചൊല്ലുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് പറയുകയും പണ്ഡിതന്മാർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേതാണ്? അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല എന്ന് അധികരിപ്പിക്കുന്നതുകൊണ്ട് വിരോധമല്ല. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, ലാ നഅബുദു ഇല്ലാ ഇയ്യാഹു വലഹുൽ ഹംദു വലഹു ശുക്റു എന്ന് പറയുന്നതും കുഴപ്പമില്ല. അതൊക്കെ തക്ബീറിന്റെ ഭാഗമാണ്. മാത്രമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് നസ്റ അബ്ദഹു വഅൻജദ വഅദഹു വഹസബൽ അഹ്സാബ വഹ്ദഹു എന്ന ദിക്റും തക്ബീറും ചെല്ലുന്നതുകൊണ്ട് വിരോധമില്ല. അപ്പോ അതുകൊണ്ട് പിന്നെ ഫഅക്സറു ഫീഹിന്ന മിനത് തക്ബീർ വത്തഹ്മീദ് വത്തഹ്ലീൽ എന്ന് പറയാൻ കാരണം. അപ്പൊ തക്ബീർ ചൊല്ലുക അത് ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒഴിവിട്ടുമ്പോഴൊക്കെ നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്റാണ്. അതേപോലെ തന്നെ തഹ്മീദ് എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, അതൊരു ദിക്റാണ്. കാരണം ദിക്റിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം എന്താ? നിങ്ങൾ എല്ലാ സമയത്തും ഒരു മനുഷ്യന് ഒരു പ്രതിസന്ധിയും ഒരു പ്രതിബന്ധവും ഇല്ലാതെ ചൊല്ലാൻ കഴിയുന്ന ഒരു സംഗതിയാണ് ദിക്ർ എന്ന് പറഞ്ഞാൽ. വേറുള്ള ഇബാദത്ത് പോലെയല്ല. ഇപ്പൊ നിസ്കരിക്കാനാ പറഞ്ഞിരിക്കണെന്ന് വെച്ചാൽ അതിന് പ്രത്യേക ചിട്ടവട്ടങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട്. വേറെന്തെങ്കിലും ചെയ്തിരിക്കണെന്ന് വെച്ചാൽ അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിനതില്ല. അല്ലാഹു തആല പറഞ്ഞത് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നിട്ട് ചൊല്ലാം, ഇരുന്നിട്ട് ചൊല്ലാം, കടന്നിട്ടും ചൊല്ലാം. പ്രത്യേകമായ യാതൊരു അവസ്ഥയില്ല. വീടുകളിൽ ഇങ്ങനെ ഇരിക്കുമ്പോ കസ്റ്റമർ ഒന്നുമില്ലെങ്കിൽ ദിക്ർ ചൊല്ലിയിരിക്കാം. മോട്ടോർ സൈക്കിൾ അങ്ങനെ പോകുമ്പോ പ്രത്യേക പണിയൊന്നുമില്ല, ദിക്ർ ചൊല്ലാം. വാഹനത്തിൽ പോകുമ്പോ ദിക്ർ ചൊല്ലാം. ഏതു സമയത്തും ഉറങ്ങാൻ കിടക്കുമ്പോ ഉറക്കം വരുന്നത് വരെ ദിക്ർ ചൊല്ലാം. അതുകൊണ്ടാണ് ഏറ്റവും വലിയൊരു പുണ്യമായിട്ട് ഈ ദിവസങ്ങളിൽ അല്ലാഹു തആല ദിക്റിനെ സംബന്ധിച്ച് പറയുന്നത്. റസൂലുള്ളാഹി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഏതെല്ലാം പുണ്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഈ ദിവസങ്ങളുണ്ടല്ലോ, നമ്മളൊക്കെ ഈ ദുൽഹജ്ജ് 10 വരെയുള്ള ദിവസങ്ങൾക്കുള്ള ഒരു പ്രത്യേകത പണ്ഡിതന്മാർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഉസൂലുൽ അമാൽ, ഉമ്മഹാത്തുൽ അമാലുകൾ മുഴുവൻ വരുന്നതാണ്. എന്താ ഉമ്മഹാത്തുൽ അമാല്? ഷഹാദത്ത് അതിലുണ്ട്. കാരണം തൗഹീദും ഷഹാദത്തുള്ളവനാണല്ലോ മുസ്ലിം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഈമാൻ, അള്ളാഹുവിനോടുള്ള ഈമാൻ ഊട്ടിയുറപ്പിക്കുന്ന ദിവസങ്ങളാണ്. നിസ്കാരമുണ്ട് ഈ ദിവസങ്ങളിൽ, നിസ്കാരമുണ്ട്. നോമ്പുണ്ട് ഈ ദിവസങ്ങളിൽ. അതുപോലെ തന്നെ സക്കാത്തുണ്ട് ഈ ദിവസങ്ങളിൽ. സക്കാത്ത് കൊടുക്കുന്നവർക്ക് പിന്നെ റമദാനല്ല കണക്കാക്കുന്നെങ്കിൽ സക്കാത്ത് കൊടുക്കാം, അതും വിരോധമല്ല. സദക്ക കൊടുക്കാം, സക്കാത്ത് ഇല്ലെങ്കിൽ സദക്ക കൊടുക്കാം.
മാത്രമല്ല വേറെ എവിടെയില്ലാത്ത ഹജ്ജുണ്ട് ഈ ദിവസങ്ങളിൽ. അതുകൊണ്ട് ഉമ്മഹാത്തുൽ അമാലുകളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്നാണ്. പ്രധാനപ്പെട്ട എല്ലാ അമലുകളും ഒരുമിച്ച് കൂടുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് ആ ദിവസത്തിന്റെ പുണ്യം കരസ്ഥമാക്കാൻ വേണ്ടി നമ്മോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് നിങ്ങൾ അള്ളാഹിനെ ഓർക്കണം എന്നാണ്. എപ്പോഴും അള്ളാഹിനെ ഓർക്കുക, ഏത് വിധത്തിലും. ഫദ്കുറൂനി അദ്കുറുക്കും വശ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെ ഓർക്കാം. അപ്പൊ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കാൻ പറ്റുന്ന ദിവസങ്ങളാണ്. അപ്പൊ ദിക്റുകൾ ശീലമാക്കുക. അള്ളാഹിന്റെ അടുത്ത് റസൂലിന്റെ അടുത്ത് ഒരാൾ വന്ന് പറയാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷെ അതൊന്നും കഴിയില്ല. ഇന്ന ശറായി അൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ശരീഅത്തുകൾ ഒരുപാട് എനിക്ക് നിർവഹിക്കാനുണ്ട്, എല്ലാം കൂടി ഒന്നും എന്നെ കൊണ്ട് നിർവഹിച്ചിട്ട് എത്തുന്നില്ല, പക്ഷെ പുണ്യം കിട്ടാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അഖ്ബിർനി ബി അമലിൻ അതശബ്ബസു ഫീഹി, എനിക്കൊരു അമൽ പറഞ്ഞു തരണം, ഒരു സമാധാനം കിട്ടാൻ, അതിലൊന്ന് ഉറച്ചു നിൽക്കാൻ. ഒരുപാട് പുണ്യം ചെയ്തു എന്ന് എന്റെ മനസ്സിനെ എനിക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ, എനിക്ക് ഉറച്ചു നിൽക്കാൻ ഒരു അമൽ തരണം എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാ, നിന്റെ നാവ് എപ്പോഴും റബ്ബിന്റെ സ്മരണയിൽ നനഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ്. എന്താ പറഞ്ഞത്? നാവ് ഉണങ്ങുമ്പോ ദിക്റില്ല. നമ്മൾ നാവ് ഉണങ്ങുമ്പോ വെള്ളം കൊടുക്കും. സുഖമില്ലാത്ത ആൾക്കാരൊക്കെ കിടക്കുമ്പോ തിരിയും പഞ്ഞൊക്കെ നനച്ച് വെള്ളം നനച്ചു കൊടുക്കൂലേ, അതേപോലെ നമ്മുടെ നാവിന്റെ ഒരു പുതുജീവനാണ് യഥാർത്ഥത്തിൽ ദിക്റ്. അപ്പൊ ഇത് സദാസമയത്തും ആലോചിച്ച് നോക്കൂ, അത് പ്രാക്ടിക്കലാക്കി നോക്കൂ. വളരെ വളരെ ഉപകാരങ്ങളൊക്കെ കൊണ്ടുണ്ടാവും. നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചിന്തകൾ, വേണ്ടാത്ത ചിന്തകൾ ഒക്കെ മനസ്സൊന്നു പോകും. അതുകൊണ്ട് ദിക്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെന്ത് ചെയ്യാം? നിസ്കാരം എന്ത് നിസ്കരിക്കണം? സുന്നത്ത് നിസ്കാരങ്ങൾ കൂടുതൽ നിസ്കരിക്കാം. സാധാരണക്ക് ആളുകൾക്ക് ഒഴിവുണ്ടാവില്ല. അപ്പൊ പല കാര്യങ്ങളും, പഴയ കാലത്തുള്ള പല പുണ്യങ്ങളും ഇന്ന് നമുക്ക് ചെയ്യാൻ കഴിയില്ല. റസൂലുള്ളാഹി പറഞ്ഞ പുണ്യമുണ്ട്. എന്താണ്? അർറുബാത്ത്, ഒരുങ്ങിയിരിക്കുക, കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒരു സന്നാഹത്തോടെ ഇരിക്കുന്നതിന് റുബാത്ത് എന്ന് അറബിയിൽ പറയാം. അതെന്താണ്? ഇന്തിളാറുസ്സലാ ബഅദസ്സലാ, ഒരു നിസ്കാരം കഴിഞ്ഞ് വേറെ നിസ്കാരം വരെ കാത്തിരിക്കുക. പഴയ കാലത്തൊക്കെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ നമുക്കൊക്കെ ചോദ്യം തിരക്കാം. അങ്ങനെ കുറെ ഒരുപാടുണ്ട്. ഉദാഹരണം പറഞ്ഞതേയുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി പഠിപ്പിച്ച, പഴയ കാലത്ത് ആളുകൾ ചെയ്തിരുന്ന, സഹാബികൾ ചെയ്തിരുന്ന, പണ്ഡിതന്മാർ ചെയ്തിരുന്ന, പൂർവ്വസൂരികൾ ചെയ്തിരുന്ന പലതും ഇന്ന് നമുക്ക് നമ്മുടെ സമയമില്ലായ്മ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് റവാത്തിബ് സുന്നത്ത് പോലും പലപ്പോഴും നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഒരു 12 റക്അത്ത് റവാത്തിബ് സുന്നത്ത് കൃത്യമായിട്ട് സുബഹിന്റെ മുമ്പ് ഒരു 2 റക്അത്ത്, ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത്, രണ്ടും ആയിട്ട്, ളുഹറിന്റെ ശേഷം 2 റക്അത്ത്, അതുപോലെ തന്നെ മഗ്രിബിന്റെ ശേഷം 2 റക്അത്ത്, ഇശാഇന്റെ ശേഷം 2 റക്അത്ത്. റസൂലുള്ളാഹി ഓഫർ ചെയ്യേണ്ടത് 12 റക്അത്ത്, 12 റക്അത്ത്, അതെങ്കിലും ചുരുങ്ങിയത് റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുക എന്നതാണ്. യാത്രക്കാരന് വേണ്ടട്ടോ, യാത്രക്കാരനെ ജമ്മും കസൂറാക്കിയാൽ മതി, റവാത്തിബ് സുന്നത്ത് ഇല്ല. ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ, അപ്പോഴും സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കും. ഇല്ല, യാത്രക്കാരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകുമ്പോ സുബഹിന്റെ സുന്നത്ത് പരമാവധി നിസ്കരിച്ചിരുന്നു എന്നാണ്. പിന്നെ തഹജ്ജുദ് നിസ്കരിച്ചിരുന്നു എന്നാണ്. നമുക്ക് വേണമെങ്കിൽ അത് പ്രാവർത്തികമാക്കാം യാത്രയിലാണെങ്കിലും. അല്ലാത്ത സുന്നത്തുകളൊന്നുമില്ല. ളുഹറിന്റെ മുമ്പോ അസറിന്റെ മുമ്പോ പിന്നെ മഗ്രിബിന്റെ ശേഷോ ഒന്നും, അസറിന്റെ ശേഷം ഒന്നുമില്ല. അതുപോലെ ഇശാന്റെ ശേഷം ഒന്നും സുന്നത്ത് നിസ്കരിക്കില്ല. റവാത്തിബ് സുന്നത്ത് ഹളർന്നാണ്. യാത്ര പോകാത്ത സമയത്തൊക്കെ റവാത്തിബ് സുന്നത്തുകൾ നമുക്ക് ബാധകാൻ. അപ്പൊ സുന്നത്ത് നമുക്ക് തുടങ്ങാം. അതൊരു അഡീഷണലാണ്. സാധാരണ നിസ്കരിക്കുന്നതിന് പുറമെ മുമ്പ് ശേഷമൊക്കെ ഉള്ള റവാത്തിബ് സുന്നത്തുകൾ നമുക്ക് നിസ്കരിക്കാം. അപ്പൊ നിസ്കാരം അങ്ങനെ തുടങ്ങാം. ഫർള് നിസ്കാരത്തിന് പിന്നെ അഭിപ്രായമല്ല. അപ്പൊ ഫർള് നിസ്കാരം അല്ല, അതിന്റെ പുറമെ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കാം. ഖുർആൻ ഓതാം. ഒരു ദിവസം 3 ജുസ് നമ്മൾ ഓതിയാൽ, നാളെ മുതൽ ഒരു ദിവസം 3 ജുസ് ഓതിയാൽ 10 ആവുമ്പോഴേക്കും 30 ജുസ് നമുക്ക് തീർക്കാൻ പറ്റും. 30 ജുസ് ഓതാൻ പറ്റും. ഒരു ജുസ് ഓതാൻ ഏറിയാൽ അരമണിക്കൂർ മതി. എത്രയുടെ പ്രായമുള്ളവരില്ലാത്തവരൊക്കെ നമ്മൾ ഈ എന്താന്ന് പറയാ, ഈ മൊബൈലും വാട്സപ്പും ഫേസ്ബുക്കും അതിലൊക്കെ എത്ര സമയം നമ്മൾ അറിയാതെ പിന്നെ നമ്മൾ കളഞ്ഞു. ഒരു ഫായിദയില്ലാത്ത കാര്യം, ഒരു ഫായിദയില്ല. അപ്പോ ഒരു അരമണിക്കൂർ പുണ്യം വർദ്ധിപ്പിക്കാനൊരു മാർഗമാണ്. ഒരു അരമണിക്കൂർ ഒരു ജുസ് ഓതാൻ. അങ്ങനത്തെ 3 ജുസ് 1.5 മണിക്കൂർ ഡെയിലി നമ്മൾ ചെലവാക്കിയാൽ ഈ 10 ദിവസം കൊണ്ട് ഖുർആൻ മുഴുവനും നമുക്കൊരാവർത്തി ഓതി തീർക്കാൻ സാധിക്കും. ഖുർആൻ ഓതാം. അതുപോലെ തന്നെ സദഖ കൊടുക്കാന്നുള്ളതാണ്. സദഖ കൊടുക്കുക. കൂട്ടെ, ഇന്നലെ ഞാനൊരു സുഹൃത്തിനെ സന്ദർശിക്കാൻ പോയി. അദ്ദേഹം മുസ്ലിം അല്ല, മുതലാളിയാണ്, സമ്പന്നൻ. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞെന്താ,
രോഗമായിട്ട് കാണാൻ പോയി. രോഗം വന്നപ്പോ ഈ ക്യാഷ് കൊണ്ടൊന്നും ഒരു കാര്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി. ഇന്നലെ കേട്ട ഒരു കമന്റാണ്, ഈ ക്യാഷ് കൊണ്ടൊന്നും ഒരു കാര്യമില്ലാന്ന് എനിക്ക് രോഗം വന്നപ്പോ മനസ്സിലായി. ഞാൻ എന്റെ മകനോട് പറഞ്ഞിട്ടുണ്ട്, 1,00,000 നിനക്ക് കിട്ടിയാൽ 5,000 രൂപ നീ ധർമ്മം കൊടുക്കണം എന്ന് ഞാൻ എന്റെ മകനെ ഉപദേശിക്കുന്നു. അദ്ദേഹം പറയാൻ ആലോചിച്ചു നോക്കൂ, അങ്ങനെ ഒരു മുസ്ലിമിന്റെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പൊ ഒന്നുമില്ല പറയേ, മരണം ആസന്നമായാൽ പിന്നെ ഇതൊന്നും ഒന്നുമില്ല. അവസാനം പറയാം, റബ്ബിലൗലാഖർത്തുനീലാജലിൻ ഖരീബ്, കുറച്ച് സമയം നിന്ന ഫസദഖ വകുമിന സാലി, ഞാൻ സദഖ കൊടുത്ത് നന്നായിക്കോളാം. അപ്പൊ മനുഷ്യൻ നന്നാവാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം മരിക്കുന്ന നേരത്തെ അവസാനം പറയണ വാക്ക് അതാണ് ഖുർആൻ പറയണത്. നമുക്കാർക്കും അറിയില്ല അവസാനം എന്താ പറയണമെന്നുള്ളത്, ആർക്കും അറിയില്ല. അള്ളാഹ് പറയണു അവസാനം ഈ മനുഷ്യൻ പറയണ വാക്ക് റബ്ബിലൗലാഖർത്തുനീലാജലിൻ ഖരീബ് ഫസദഖ, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കട്ടേന്നോ ഉംറക്ക് പോട്ടേന്നോ ഹജ്ജിന് പോയിട്ടില്ലാന്നോ കുട്ടിയെ കെട്ടിച്ചിട്ടില്ലാന്നോ ഒന്നുമല്ല, ഫസദഖ വകുമിന സാലി. ആ ഒരു വാക്കിന്റെ ഒരു ചെറിയ രൂപമാണ് ഇന്നലെ ഞാൻ കേട്ടത്, നിങ്ങളുമായി ഷെയർ ചെയ്തത്. ഒരു കാര്യമില്ല. അപ്പൊ കുറച്ചൊക്കെ സദഖ കൊടുക്കാൻ ശീലിക്കുക. സക്കാത്തൊക്കെ കഴിഞ്ഞു പറഞ്ഞാൽ കയ്യും കെട്ടി കുത്തിരിക്കാൻ പറ്റില്ല. എന്തിനൊക്കെ കൊടുക്കാണ്ടെങ്കിൽ കൊടുക്കുക, അതൊരു വലിയ പുണ്യമാണ്. അതുപോലെ തന്നെ നോമ്പിനൊരു പുണ്യമുണ്ട്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം നോമ്പിന്റെ കാര്യം. പിന്നെ പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസം, എന്നും നോമ്പ് വെക്കണം. ദുൽഹജ്ജ് 1 മുതൽ പിന്നെ റസൂലുള്ള ഏത് പുണ്യമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ പുണ്യം ചെയ്യാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നും നോമ്പ് നോൽക്കണമെന്നാണ്. ദുൽഹജ്ജ് 1 മുതൽ 10 വരെ നോമ്പ്, അല്ലെങ്കിൽ 9 വരെ നോമ്പ് നോൽക്കണമെന്നുള്ള. ആയിഷ ബീവിയോട് ചോദിച്ചു, നബി നോമ്പ് വെച്ചിരുന്നോ? ആയിഷ ബീവി പറഞ്ഞു, നബി നോമ്പെന്നെ നോറ്റിട്ടില്ല. ഹഫ്സ ബീവിയോട് ചോദിച്ചു, നബി നോമ്പ് വെച്ചിരുന്നോ? നബി എന്നും നോമ്പ് വെച്ചിരുന്നു. അപ്പൊ ഇബ്നു ഹജർ അൽ അസ്ഖലാനി പോലെയുള്ള മഹാന്മാര് പറഞ്ഞത്, നബി അധിക ദിവസങ്ങളിലും നോമ്പ് നോറ്റിട്ടുണ്ടാവും. എന്നാൽ ചില ദിവസം നബി നോമ്പ് നോറ്റിട്ടില്ല. നോമ്പ് നോൽക്കാത്ത ദിവസമാണ് ആയിഷ ബീവി കണ്ടത്, അതാണ് ആയിഷ ബീവി പറഞ്ഞത്. നോമ്പ് നോറ്റ ദിവസമാണ് ഹഫ്സ ബീവി കണ്ടത്, അതാണ് ഹഫ്സ ബീവി പറഞ്ഞത്. അതുകൊണ്ട് നോമ്പ് നോൽക്കണമെങ്കിൽ നോമ്പ് നോൽക്കാം. അധികമൊക്കെ എന്നും നോൽക്കണമെന്നൊന്നുമില്ല. ഭൂരിഭാഗം ദിവസങ്ങളിൽ ദുൽഹജ്ജ് 9 വരെയും, ദുൽഹജ്ജ് 9ന്റെ നോമ്പ് അത് വളരെ പ്രധാനമുള്ളതാണ്. അന്ന് നോച്ചാൽ കഴിഞ്ഞുപോയ ഒരു വർഷത്തിൽ അടുത്തു വരുന്ന ഒരു വർഷത്തിൽ നോമ്പ് പിന്നെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ദുൽഹജ്ജ് 9ന്റെ നോമ്പിനെ കുറിച്ച് തർക്കമില്ല. 1 മുതൽ 8 വരെ വേണോ എന്നതിൽ ഭൂരിഭാഗ ദിവസങ്ങളും നോമ്പ് നോൽക്കാൻ കഴിയുന്നു. നോമ്പ് നോൽക്കുന്നത് കൊണ്ടും വിരോധമില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം പുണ്യങ്ങൾ അധികരിപ്പിക്കാനുള്ള ഏറ്റവും നല്ല ഈ വർഷത്തെ അവസാനത്തെ ഓഫറാണ് നാളെ മുതൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത് വരുന്നത്. അതിനെ ഉപയോഗപ്പെടുത്തുക, അതല്ലേ? അതിനെ ഉപയോഗപ്പെടുത്തുന്നവരാണ് അൽ ആഖിൽ, ബുദ്ധിമാൻ. അവരാണ് കയ്യിസ്, നല്ല കോയിസ്, അവരാണ് ഏറ്റവും നല്ല ബുദ്ധിമാൻ. അതുകൊണ്ട് അത് തെരഞ്ഞെടുത്ത് ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാണ്. الحمدلله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلي وسلم على خاتم الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين أما بعد اتقوا الله عباد الله. നമ്മൾ ചെയ്യേണ്ട ഒരു കർമ്മമാണ് ഉളുഹിയ്യത്ത്. അതിൽ നമ്മുടെ സംഘടിതമായി നിർവഹിക്കാൻ നമ്മുടെ കമ്മിറ്റി തയ്യാറായിട്ടുണ്ട്. അതിലേക്ക് ഷെയർ കൊടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ചു. ഇനിയും അതിന് അവസരമുണ്ടെന്ന് എനിക്ക് മനസ്സിലാണത്. ഒരു സുന്നത്ത്, ഈ ദുൽഹജ്ജ് 1 മുതൽ ഉളുഹിയ്യത്ത് അറുക്കാൻ തീരുമാനിച്ചവർക്കൊരു സുന്നത്ത്, അത് അവരുടെ നഖം മുറിക്കാൻ പാടില്ല. നാളെ മുതൽ, ഇന്ന് ചെയ്യാത്തവരൊക്കെ ഇന്ന് ചെയ്യണം. നഖം മുറിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മുടി കളയാൻ പാടില്ല, മുടി മുറിക്കാൻ പാടില്ല. താടി മീശയൊന്നും നേരാക്കാൻ പാടില്ല. ചില റിപ്പോർട്ടിൽ തൊലി നീക്കാൻ പാടില്ല. ശരീരത്തിൽ തൊലിയൊക്കെ ഇങ്ങനെ പൊന്തിക്കുന്നുണ്ടെങ്കിൽ, കാലിന്റെ മടമ്പത്തും കൈയിന്റെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്നും വെട്ടിക്കളയാൻ പാടില്ല എന്നുള്ളതാണ്. എന്തിനാ വെച്ചാല് ഹാജിമാര് ഇഹ്റാം ചെയ്ത അതൊന്നും പാടില്ല, അതൊക്കെ ഹറാമാണ്. അവരിഞ്ഞ് തഹല്ലുലാകുന്നത് ഹജ്ജ് 10 അറവൊക്കെ കഴിഞ്ഞ് തഹല്ലുലാകുന്നതോട് കൂടെയാണ് അവർക്ക് ഇതൊക്കെ അനുവദിക്കപ്പെടുക. അപ്പൊ അവരോടൊരു സാദൃശ്യം, അവരോടൊരു ഐക്യദാർഢ്യം എന്ന നിലക്ക് അള്ളാഹു റസൂല് ബലി അറുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇങ്ങനെ നിബന്ധന വെച്ചിട്ടുണ്ട്. അപ്പൊ ഉളുഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നവർ അത് ചെയ്യണം. അതൊരു കുടുംബനാഥൻ മാത്രം ചെയ്താൽ മതി. ഉളുഹിയ്യത്ത് അങ്ങനെ, ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കുടുംബത്തിനാണ്. ഇപ്പൊ 2 മക്കളും വാപ്പിയും താമസിക്കുന്ന കുടുംബമാണെങ്കിൽ അവർക്ക് ഒരു മൃഗം മതി. അതിലാരാണോ അതിൽ മെയിനായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ അവൻ മതി എന്നുള്ളതാണ്. ഇനി നമ്മളിപ്പോ ചിലപ്പോ ബീഹാർക്കോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യണം. വക്കീലല്ല ചെയ്യേണ്ടത്, ഏജന്റ് അല്ല ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടി അറക്കാൻ നമ്മളാണ് ചെയ്യേണ്ടത്. ഒരു പെണ്ണാണ് ഉളുഹിയ്യത്ത് അറക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണാണ് ചെയ്യേണ്ടത്. ഒരാൾ ചെയ്താൽ മതി.
കുടുംബത്തിന്റെ നായകൻ അവൻ ചെയ്യും. എല്ലാ കുടുംബത്തിലെ ആളുകളൊക്കെ പാടെ ഇങ്ങനെ താടി മൂടി വളർത്തി നടക്കുന്നുണ്ട്. അപ്പോൾ ഒരാളാണ് ചെയ്യേണ്ടത്. അതൊരു പ്രധാനപ്പെട്ട സുന്നത്താണ്. പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ, നിർബന്ധമെന്നും പറയാൻ പറ്റൂല, സുന്നത്താന്നും പറയാൻ പറ്റൂല, ലാ യജൂസ് അനുവദനീയമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ മുടിയും താടിയും തൊലിയും എടുക്കൽ അനുവദനീയമല്ല എന്നതന്നെയാണ്. സുന്നത്താണോ നിർബന്ധമാണോ ഒന്നും നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു സുന്നത്ത് കൂടി അല്ലെങ്കിൽ ആ ഒരു നിബന്ധന കൂടി നമ്മൾ പാലിക്കേണ്ടതുണ്ട് എന്നുകൂടി സാന്ദർഭികമായി നിർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.